പരാജയപ്പെട്ടതാണ്. ബാക്കിയെല്ലാം പരാജയത്തിലേതാണ്. ഉള്ളിലുണ്ടായിരുന്ന ഈശോയുടെ ഉള്ളിലിരുന്നില്ല. അതുകൊണ്ട് പുറത്തൊരു ഫലവും കിടന്നില്ല. ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ശാഖ പുറത്താണ് കാണുന്നതെങ്കിൽ അത് മരത്തിന്റെ ഉള്ളിലാവസ്ഥ. നമ്മുടെ ഉള്ളിലെ ദൈവത്തിൽ നമ്മൾ വസിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ല. കണ്ട് പരിചയമായില്ല. പരിചയം സ്നേഹമായില്ല. ആ സ്നേഹത്തിലൂടെ നമ്മൾ ഒന്നായില്ല. ബൈബിളിന്റെ പറയുന്നത് എന്താണ്? മത്തായും മാർക്കോസും ലൂക്കായും പറഞ്ഞതല്ല യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞതാണ് കറക്റ്റ്, ശരി. മറ്റത് തെറ്റാണെന്നല്ല. അതൊരു യാത്രയുടെ തുടക്കമായത്. എന്താണ്? നമ്മൾ വിളിക്കപ്പെട്ടത് യേശുവിന്റെ കൂടെയായിരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ ഒക്കെയാണ്. യോഹന്നാൻ കുറെ നാൾ കഴിഞ്ഞ് എഴുതുന്നത്. യോഹന്നാൻ ഇതെല്ലാം പഠിച്ചു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പഠിച്ചു. ഈ കൂടെ നടന്നവർക്ക് എന്ത് പറ്റിയെന്ന് പഠിച്ചു. ഈ അടുത്തിരുന്നവർ അന്ത്യത്താഴത്തോളം അടുത്തിരുന്നു. ഈ യോഹന്നാൻ തന്നെ നെഞ്ചോട് ചാടിക്കണം. എന്നിട്ട് എന്ത് പറ്റി? എഴുന്നേറ്റോടിയല്ല. ഒത്തിരി അടുത്തിരുന്നു. എന്നിട്ട് ഒരുപാട് അകലേക്കും. അത് മനസ്സിലാക്കി യോഹന്നാൻ പിന്നീട് എഴുതി, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവനേറെ പലർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഈശോ വിളിച്ചത് അടുത്തിരിക്കാനല്ല, അകത്തിരിക്കാൻ. നമ്മളെപ്പോഴും പുറത്തേ ഇരുന്നിട്ടുള്ളൂ. പുറത്തെ ബഹളങ്ങളിലൂടെ നടന്നു. അങ്ങനെ പള്ളിയിൽ ഈ പെരുന്നാളിന്റെ ബഹളങ്ങളെല്ലാം കടന്ന് പള്ളിക്കകത്ത് അകത്തെത്തിയപ്പോൾ നമ്മൾ ശാന്തമാണ്. കുർബാനയാണ് നമ്മൾ ഫോക്കസ്ഡാണ്. അവസാനം ഈശോ അകത്തായി. അകത്തൊരു ഈശോ പറഞ്ഞു, നീ അകത്തിരിക്കുക. ഈശോയെ അകത്താക്കിയിട്ട് നമ്മൾ പുറത്തു പോയി. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ മക്കളെല്ലാം പുറത്തായി. നമ്മൾ പറയാൻ വിദേശത്താണ്, നമ്മൾ പുറത്തായിട്ടുള്ളൂ. പുറത്തു പോയിരിക്കുകയാണ്. എല്ലാവരും പുറത്തു പോയിരിക്കാറുണ്ട്. വിദേശത്ത് ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. കാശ് കിട്ടുന്നുണ്ടോ, വീടിനൊക്കെ ആകുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം നമ്മുടെ നാട്. പക്ഷെ അതല്ല, നമ്മളെല്ലാം പുറത്തായി. അപ്പൊ ഞാൻ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശമുണ്ട്, നമ്മൾ അകത്തോട്ട് കിടന്നു. ഞാൻ കൂടുതൽ കിട്ടുന്നില്ല. ഇത്രയും നാള് കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തെല്ല് കണ്ണീട്ടോരുണ്ടെങ്കിൽ ഇന്നെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നമ്മളൊരു പുതിയ തലമുറയുടെ ഉത്തരവാദിത്വമുണ്ട്, യുവാക്കളുടെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത്, നമുക്കൊന്ന് കൂടുതലൊന്നും ചെയ്യാനില്ല. ഈശോ പറഞ്ഞു, ഉള്ളിൽ നിന്ന് ദൈവം പറയുന്നതാണ്, ശാന്തമാവുക എന്നാണ് അതിന്റെ മലയാളം. പക്ഷെ അതല്ല, എനിക്ക് തോന്നുന്നു നിശ്ചലമാവുക, ഞാൻ ദൈവമാണെന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം പറഞ്ഞിരിക്കുക നിശ്ചലമാവുക. എന്തിനാണ് ദൈവം നിശ്ചലമാകാൻ പറയുന്നത്? നീയൊന്ന് നിശ്ചലമായാലേ എനിക്കൊന്ന് ചലിക്കാൻ പറ്റും. നീ നിശ്ചലമാവുക, ഞാനൊന്ന് ചലിക്കണം. നമുക്കുള്ള പറ്റുന്ന അറിയാവുന്ന രീതിയിൽ എല്ലാ ബഹളങ്ങളും പരാക്രമങ്ങളും കാണിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നു. കർത്താവെ രക്ഷിക്കണമെന്ന് ഈശോ അപ്പോഴെല്ലാം പറയുന്നു, നിശ്ചലമാവുക, ഞാനൊന്ന് ചലിക്കും. ഉള്ളിലേക്ക് നോക്കി നിശ്ചലമാവുക. അപ്പൊ ഈശോ പറഞ്ഞവരെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.